ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട് SCRTയിൽ കൊടുത്തിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ളതും എന്നാൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ചില പോയിന്റ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ ഘട്ടത്തിലെ പ്രധാന സവിശേഷതകൾ. 91 മുതലുള്ള മൂന്നാം ഘട്ടത്തിൽ ബാങ്കിങ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ മറ്റനേകം സേവനങ്ങളും നടപ്പിലാക്കി. വേഗം, സമയലാഭം, നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്ക് സഹായമാകുന്ന പല പരിഷ്കാരങ്ങളും ബാങ്കുകൾ വരുത്തി. ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ മൂന്നാം ഘട്ടത്തിൻ്റെ ഫലമാണ്. ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കിയുണ്ടായി. ഇത്തരം ബാങ്കുകൾ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBIയിൽ 2017 ഏപ്രിൽ 1 ലയിച്ച ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല, ഭാരതീയ മഹിളാ ബാങ്ക്. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു.